ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദനെ കാണാതായതിന് പിന്നിൽ അരുന്ധതിയാണെന്ന് ഉറപ്പിച്ച് ദേവിക അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഭർത്താവിൻ്റെ കുടുംബത്തോടുള്ള പക തീർക്കാൻ നന്ദനെ മാറ്റി വെച്ചിരിക്കുകയാണെന്ന് ദേവിക കുറ്റപ്പെടുത്തുമ്പോൾ തനിക്കിതിൽ പങ്കില്ലെന്നും നാടകം കളിക്കുന്നത് നിങ്ങളാണെന്നും അരുന്ധതി തിരിച്ചടിക്കുന്നു. എന്നാൽ താൻ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് മുന്നറിയിപ്പ് നൽകി ദേവിക അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് ദേവിക SP വഴി അന്വേഷണം ശക്തമാക്കുന്നത് ഐസക്കിനെയും ഇസബെല്ലയെയും ഭയപ്പെടുത്തുന്നുണ്ട്. അരുന്ധതി സത്യങ്ങൾ തുറന്നു പറയുമോ എന്ന് ഇസബെല്ല ആശങ്കപ്പെടുമ്പോൾ നമ്മൾ ഭയന്നിരിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നരുതെന്നും ചോദ്യം ചെയ്യലിനെ സ്ട്രോങ് ആയിട്ട് തന്നെ നേരിടുമെന്നും ഐസക്ക് മകളെ ധൈര്യപ്പെടുത്തുന്നു. പിന്നീട് നന്ദൻ്റെ ഫോട്ടോ നോക്കി കരയുന്ന പ്രഭാവതിയെ ദേവിക ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രഭാവതി ദേവികയെ കുറ്റപ്പെടുത്തുകയും ഭർത്താവിനോട് സ്നേഹമില്ലാത്തവളാണെന്ന് നീയെന്നും അഹങ്കാരിയാണെന്നും വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ദേവികയാണെങ്കിൽ താൻ ആരുടെയും അടിമയല്ലെന്ന് പറഞ്ഞ് പ്രഭാവതിയോട് തർക്കിക്കുന്നു. പിന്നീട് സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയെ ആശ്വസിപ്പിക്കുകയും അവൾ SP ഓഫീസിലേക്ക് പോവുകയും മാത്രമല്ല പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ബോധിപ്പിക്കാനും തീരുമാനിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഋഷിയുടെയും നന്ദൻ്റെയും തിരോധാനത്തിന് പിന്നിൽ മറ്റൊരാൾ കൂടി ഉണ്ടാകാം എന്ന് അരുന്ധതി സംശയിക്കുന്നുണ്ട്. അതായത് തങ്ങളോട് ശത്രുതയുള്ള ത്യാഗരാജൻ മുംബൈയിലേക്ക് പോയ ശേഷം വിവരമൊന്നുമില്ല എന്നും അയാളുടെ നീക്കങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നെല്ലാം അരുന്ധതി CPയോട് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങി മേഡം എന്ന് പറയുന്നുണ്ട് CP. പിന്നീട് ഗുണ്ടകളുടെ തടവിലിരിക്കുന്ന നന്ദനാണെങ്കിൽ അവിടെ നിന്നും പുറത്തു പോകാനായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. ഈ സമയം അങ്ങോട്ട് വരുന്ന പ്രകാശ് നന്ദൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നും 2 ദിവസം കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയാമെന്നും വ്യക്തമാക്കുന്നു. പ്രകാശ് എന്തോ ഒരു വലിയ കാര്യം ഒളിക്കുന്നുണ്ടെന്ന് നന്ദന് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല പ്രകാശിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചെല്ലാം ഗുണ്ടകളോട് നന്ദൻ തിരക്കുന്നുണ്ടെങ്കിലും അവരും ഒന്നും വിട്ടു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. അതോടുകൂടി തന്നെ പ്രകാശ് പറഞ്ഞതൊന്നും സത്യമല്ലെന്നും എന്തോ ഒരു വലിയ രഹസ്യം അയാൾ ഒളിപ്പിക്കുന്നുണ്ടെന്നും തന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ എന്തിനാണ് അവിടേക്ക് കൊണ്ടുവന്ന ദിവസങ്ങളിൽ ഗുണ്ടകൾ എന്നെ ആക്രമിച്ചത്, മാത്രമല്ല എസ്തപ്പാൻ ചേട്ടനെയും അവർ പരിക്കേൽപ്പിച്ചിരുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ വലിയൊരു നിഗൂഢത പ്രകാശിലുണ്ടെന്ന് തന്നെ നന്ദൻ ഉറപ്പിക്കുന്നു. പിന്നീട് പ്രഭാവതിയോടായിട്ട് ദേവിക മോളോട് അങ്ങനെയൊക്കെ സംസാരിച്ചതിൻ്റെ പേരിൽ സിദ്ധാർത്ഥൻ കുറ്റപ്പെടുത്തുന്നു. പ്രഭ, താൻ ഒരു കാര്യം മനസ്സിലാക്കണം, തൻ്റെ മകനാണ് നന്ദൻ, അതുപോലെ തന്നെ ദേവിക മോളുടെ ഭർത്താവാണ്. എന്തിനും ഏതിനും മോളെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നെല്ലാം പറയുമ്പോൾ നന്ദനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മോൾ എത്രമാത്രം സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വെറുതെ വീടിനകത്ത് അടച്ചിരുന്ന് കരയാനായിട്ട് ആർക്കും കഴിയും. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നും സിദ്ധു പറയുന്നു. ഞാൻ എൻ്റെ മോനെ കണ്ടിട്ട് ദിവസം എത്രയായി, അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഉറപ്പില്ല. ഇനി നിങ്ങൾ പറയുന്നതെല്ലാം അക്ഷരം പ്രതി വിശ്വസിച്ച് കേട്ടിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. എന്നാൽ താൻ പോയി നന്ദൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക. നന്ദനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും തീ നിന്ന് കഴിയാണ്. അത് താൻ മനസ്സിലാക്കണം. വെറുതെ ദേവിക മോളെ പഴിചാരുന്നത് താൻ നിർത്തണമെന്നും സിദ്ധു തുറന്നടിക്കുന്നുണ്ട്. ഇതേസമയം ദേവിക വരുന്നു. സീമനെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കണം. ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ദേവിക വരുന്നത്. ഇനിയും നമ്മളിത് മൂടി വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് ഒരു പത്രസമ്മേളനം വിളിക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്തോളാം. എൻ്റെ മകനെ കാണാത്തതിൻ്റെ വിഷമം എത്രയാണെന്ന് അത് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നെല്ലാം പ്രഭാവതി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവികയാണെങ്കിൽ സീമനെ കാണാനായിട്ട് തിരിക്കുന്നു. DYSPയുടെ അന്വേഷണത്തിൽ ഇതുവരെ കാര്യമായിട്ടുള്ള തുമ്പൊന്നും കിട്ടിയില്ലല്ലോ എന്ന് മുരളി പറയുമ്പോൾ SP കർശനമായിട്ട് DYSPയോട് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ ഉഴപ്പാതെ സീരിയസ് ആയിട്ട് അന്വേഷണം നടത്തണമെന്ന്. അതിൽ പ്രതീക്ഷയുണ്ട്. അല്ലാതെ നമ്മൾ മാത്രം ഓടിയിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. നിയമത്തിനും പോലീസിനും മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിക. അതിനുശേഷം കാണിക്കുന്നത് പ്രകാശ് ആരോട് ഫോണിൽ പറയുന്നുണ്ട് അവൻ്റെ കുരുതിക്കുള്ള തീയതിയും സമയവും കുറിപ്പിച്ചോ. ഇന്നു മുതൽ അവൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഞാൻ പറഞ്ഞതെല്ലാം അവൻ വിശ്വസിച്ച മട്ടാണെന്നും പക്ഷേ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് അവൻ ബഹളം വയ്ക്കുന്നുണ്ട്. 2 ദിവസത്തേക്ക് ഞാൻ അവനെ അടക്കി നിർത്തിയിരിക്കുകയാണ്. ആ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കണമെന്നും പ്രകാശ് അവരോട് ഫോണിൽ പറയുന്നുണ്ട്. പിന്നീട് പ്രകാശ് വീണ്ടും നന്ദൻ്റെ സുഖവിവരം അന്വേഷിച്ച് എത്തുന്നുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ മതി എന്നെല്ലാം പറയുമ്പോൾ പ്രകാശ്, നീ എന്തിനെ ഇനി ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ പോയിക്കോളാം, ഇല്ലെങ്കിൽ ഞാൻ ദേവികയെങ്കിലും വിവരം അറിയിക്കാനായിട്ട് നീ എന്നെ അനുവദിക്കണം എന്നെല്ലാം പറയുമ്പോൾ നന്ദൻ ഇപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഉള്ളതെന്നും ഇവിടെ നിന്നും പുറത്തു പോകുന്ന നിമിഷം നിൻ്റെ മരണമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നന്ദനെ അവിടെ തന്നെ തളച്ചിടാനാണ് കേട്ടോ അയാൾ ശ്രമിക്കുന്നത്. പിന്നീട് പ്രകാശ് പോയതിന് ശേഷം എസ്തപ്പാൻ്റെ വീട്ടിൽ നന്ദനുണ്ടോ എന്ന് നോക്കാൻ വന്ന ആ ഭ്രാന്തൻ്റെ വേഷം കെട്ടി വന്ന അയാളും
പ്രകാശിൻ്റെ ആൾ തന്നെയാണല്ലോ. അപ്പോൾ അയാളോടായിട്ടും നന്ദൻ ചോദിക്കുന്നുണ്ട്, ചേട്ടനെങ്കിലും ഒന്ന് പറ, എൻ്റെ അവസ്ഥ കണ്ടിട്ട് കശാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന ഒരു മൃഗത്തിനെ പോലെയാണ് എനിക്ക് സ്വയം തോന്നുന്നത്. എന്താണ് പ്രകാശിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്നെല്ലാം ചോദിക്കുമ്പോൾ നന്ദൻ്റെ ദയനീയ അവസ്ഥ കണ്ട് അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയാനായിട്ട് തയ്യാറാകുന്നു. പ്രകാശ് പറയുന്നതെല്ലാം പച്ചക്കള്ളാണെന്നും നന്ദനെ അപായപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നും മറ്റാരുടെയോ നിർദ്ദേശങ്ങൾ പ്രകാശിന് അതിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള സത്യങ്ങളും അയാൾ നന്ദനെ അറിയിക്കുന്നു. അപ്പോൾ അത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ നന്ദൻ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലിന് എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്